നമസ്കാരം. ഭാരതത്തിലെ എന്നല്ല, ലോകത്തിലെ സർവ ചരാചരങ്ങൾക്കും വിനീതമായ നമസ്കാരം. എൻ്റെ പേര് എം സതീഷ് ഭട്ടതിരി എന്നാണ്. ഭാരതത്തിലെ കേരള സംസ്ഥാനത്ത് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിനടുത്ത് ചെറിയനാട് എന്ന ഗ്രാമത്തിൽ കക്കാട്ട് എഴുന്തോലി മഠത്തിൽ ആണ് ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ആലുവ തന്ത്രവിദ്യാപീഠത്തിൽ ഗുരുകുല ശിക്ഷണത്തിൽ ബ്രഹ്മശ്രീ കൽപ്പുഴ ദിവാകരൻ നമ്പൂതിരിപ്പാടിൻ്റെ ശിഷ്യനായി താന്ത്രിക വിദ്യയും യജുർവേദം, ഋഗ്വേദം എന്നീ 2 വേദങ്ങളും അഭ്യസിക്കുകയും തുടർന്ന് പഠനാർത്ഥം ഭാരതത്തിലെ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് പാരമ്പര്യ ക്രമത്തിലുള്ള താന്ത്രിക വിദ്യകളും മറ്റും പഠിക്കുകയും ആ താന്ത്രിക വിദ്യ അനുഭവിച്ച് അറിയുന്നതിലേക്ക് വേണ്ടി ശാക്തേയ പാരമ്പര്യത്തിലേക്ക് പ്രവേശിച്ച് കേരളത്തിലെ എക്കാലത്തെയും ശ്രീവിദ്യാ സമ്പ്രദായത്തിൻ്റെ തലതൊട്ടപ്പനായ ബ്രഹ്മശ്രീ കക്കാട് വാസുദേവൻ നമ്പൂതിരിയിൽ നിന്നും ശ്രീവിദ്യ സ്വീകരിച്ച് ശ്രീവിദ്യോപാസനയും താന്ത്രിക വിദ്യകളുമായി മുൻപോട്ട് പോകുന്നു. ഒരു ഗവേഷണ വിദ്യാർത്ഥിയുമാണ് ഞാൻ. ഇന്ന് കുറേയധികം ശിഷ്യന്മാരെ ശ്രീവിദ്യാമാർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ശ്രീവിദ്യാ സമ്പ്രദായത്തിൻ്റെ യോഗ തലത്തിൻ്റെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് ശ്രീവിദ്യാ സമ്പ്രദായത്തിൻ്റെ യോഗമാർഗം എന്ന വിഷയത്തെക്കുറിച്ച് എൻ്റെ അറിവിൻ്റെ പരമാവധി നിന്നുകൊണ്ട് ഈ പ്രബന്ധം അവതരിപ്പിക്കാം. ഭാരതത്തിൻ്റെ യോഗമാർഗം. ഭാസിൽ രമിക്കുന്ന സ്ഥലമാണ് ഭാരതം. ഭാസ് എന്നാൽ ജ്ഞാനമെന്നും രമിക്കുക എന്നാൽ ആനന്ദിക്കുക എന്നും അർത്ഥം. പരമാത്മജ്ഞാനത്തിൽ ആനന്ദിക്കുന്ന വലിയ ഒരു ഭൂവിഭാഗം എന്ന് ഭാരതത്തെ വിളിക്കാം. ഈ ജ്ഞാനം ഉത്ഭവിച്ചത് മഹാമനീഷികളായ മഹർഷീശ്വരന്മാരിലാണ്. അവരുടെ തപോബലമാണ് അതിനു കാരണം. അവരിൽ ഉദിച്ച പരംബോധമത്രേ ജ്ഞാനസ്വരൂപം. ഇതിനെ ഭാരതത്തിൽ ദർശനങ്ങൾ എന്ന് പറയുന്നു. ഈ പ്രാചീനമായ ദർശനങ്ങളിൽ അഗ്രിമസ്ഥാനത്താണ് വേദം. ഈ വേദങ്ങൾ ബ്രഹ്മപ്രോക്തമാണ് എന്ന് പുരാണങ്ങൾ പറയുന്നു. ആദിയിൽ വേദം ഒന്നായി തന്നെയാണ് ഉണ്ടായിരുന്നത്. യുഗാന്തരങ്ങളിൽ മനുഷ്യന്റെ സ്മൃത്യാദി ശക്തികൾ കുറഞ്ഞു വരുന്നതായി കാണപ്പെട്ട ഋഷിമാർ വേദധർമ്മം നിലനിർത്തുന്നതിനായി അതിനെ പലതാക്കി. ഋക്ക്, യജുസ്, സാമം, അഥർവം എന്ന് 4ആയി വേദത്തെ വിഭജിച്ചു. ഈ വേദങ്ങളിൽ ജ്ഞാനകാന്ഡം, കർമ്മകാന്ഡം എന്നിങ്ങനെ 2 പിരിവുകൾ ഉണ്ടായി. കർമ്മകാന്ഡങ്ങൾ ക്രിയാപരങ്ങളും സ്വർഗാദി ഭോഗ ഫലകാംക്ഷിതങ്ങളുമാണ് എന്ന് പറയുന്നു. ജ്ഞാനകാന്ഡങ്ങളാകട്ടെ മുക്തിമാർഗങ്ങളും ആണ്. ഇതെല്ലാം തന്നെ സൃഷ്ടിക്കപ്പെട്ടത് ശ്രുതിയിൽ നിന്നാണ് എന്ന് ആചാര്യമതം. മനുസ്മൃതിയിൽ 1-ാം അധ്യായം 132-ാം ശ്ലോകത്തിൽ ശ്രുതിയെ
പറയുന്നു. ധർമ്മജിജ്ഞാസമാനം പ്രമാണം പരമം ശ്രുതി. ധർമാദികൾ അന്വേഷിക്കുന്നവരെ ധർമ്മം തേടുന്നു. വിശുദ്ധമായ പ്രാപഞ്ചിക സത്യത്തിന്റെ നാദരൂപമാണ് ശ്രുതി. ഈ ശ്രുതിയെ കല്ലു ഭട്ടകൻ രണ്ടായി തിരിക്കുന്നു. ശ്രുതിച്ച ദ്വിവിധാ പ്രോക്ത വൈദികീ താന്ത്രികീച്ച. ശ്രുതി എന്നാൽ വേദവും തന്ത്രവുമാണ്. പ്രപഞ്ചബോധത്തിൽ അധിഷ്ഠിതമായ പ്രാപഞ്ചിക സത്യധർമ്മം എന്ന ധർമ്മം മനുഷ്യരിൽ ഉണർത്തുന്നതിനായിട്ടാണ് ശ്രുതി വിഭജിക്കപ്പെട്ടത്. വേദം പാരമാർത്ഥിക സത്യവും തന്ത്രം വ്യാവഹാരിക സത്യവുമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടുമില്ലാതെ വ്യക്തിഗത ബോധത്തിൽ അധിഷ്ഠിതമായ ധർമ്മം ഉണർന്ന് പ്രവർത്തിക്കുകയില്ല എന്നുള്ളതിൽ സംശയമില്ല. കർമ്മകാണ്ഡത്തിൽ അധിഷ്ഠിതമായ തന്ത്രമാർഗം വ്യഷ്ട്യാത്മകവും കർമാത്മകവും ഭോഗാത്മകവും ആണ്. ഭോഗമെന്നാൽ ഭുജപാലന അഭിവ്യവഹാരയോ എന്ന് മേദിനീകോശം പറയുന്നു. പാലനമാണ് ഇവിടെ കർത്തവ്യം. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും പാലിച്ച് ഭുജിച്ച് ഭരണകർത്തവ്യം നിർവഹിക്കുന്നതിനാൽ ആണ് തന്ത്രം ഭോഗം എന്ന് പറയുന്നത്. ഭൗതികം എന്ന അർത്ഥത്തിലല്ല എന്ന് നാം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാമ്യമാണ് തന്ത്രം. കകാരം മുതൽ മകാരം വരെയുള്ള 25 തത്വങ്ങളുടെ പ്രതീകമാണ് കാമ്യം. ജ്ഞാനകാണ്ഡമാണ് വേദം. വേദം അപൗരുഷേയം തന്നെയാണ്. പ്രപഞ്ചോൽപത്തി മുതൽ വേദമുണ്ടായിരുന്നു. വേദത്തിൽ കർമ്മവും ജ്ഞാനവുമുണ്ട്. അനുഭൂതിയുടെ അറിവാണ് വേദം. വേദത്തിന്റെ ജ്ഞാനമാർഗം ശ്രവണം, മനനം, നിധിധ്യാസനം എന്നിവകളാണ്. ആദ്യം ശ്രവണം. ശ്രവിച്ചതിനെ മനനം ചെയ്യുക എന്നത് രണ്ടാമത്തെ പ്രക്രിയ. മനനം ചെയ്തതിനെ ഉറപ്പിക്കലാണ് നിധിധ്യാസനം. ഈ നിധിധ്യാസനം യോഗമാർഗം കൂടാതെ സാധ്യമല്ല എന്നതിനാൽ ഉപനിഷത്ത് യോഗശബ്ദത്തിന് സംയോഗോ യോഗ ഇത്യുക്തോ ജീവാത്മ പരമാത്മനോ എന്ന് പറയുന്നു. ഇത് യാജ്ഞവൽക്യ സ്മൃതിയിലും ഊന്നി പറയുന്നുണ്ട്. ജീവാത്മ പരമാത്മാക്കളുടെ സംയോഗമാണ് യോഗം. അതായത് വേണ്ടവണ്ണമുള്ള കൂടിച്ചേരൽ എന്ന് യോഗത്തിന് അർത്ഥം. യുജ് സമാധൗ എന്നാണ് യോഗശക്തത്തിന്റെ ധാതുപാഠം. യോഗത്തിൽ നിന്നും വ്യക്തിക്ക് കരഗതമാകുന്നത് സമാധി എന്ന അവസ്ഥയാണ്. സമാധി എന്നാൽ സമ്യക്കാവുമണ്ണം ആധാനം ചെയ്യപ്പെടുന്നത് എന്നർത്ഥം. ആകർഷ്ട ധാരണാം ഇതി ആധാരം എന്ന് പ്രമാണം. പുറത്തേക്ക് ചലിക്കുന്ന ചിത്തവൃത്തികളെ അകത്തേക്ക് വലിച്ച് ആധാനം ചെയ്യിക്കുന്നതാണ് ധാരണ. അത് വേണ്ടവണ്ണം ചെയ്യുമ്പോൾ സമാധി. ചലനപ്രവൃത്തികളുടെ സമാഹാരമായ ജീവാത്മാവിനെ ചിൽ സ്വരൂപമായ പരമാത്മാവിങ്കലോട് യോജിപ്പിക്കുന്നതിനാൽ അത് യോഗം എന്ന് അറിയപ്പെട്ടു. ആധുനിക യോഗശാസ്ത്രത്തിന്റെ പിതാവായി പതഞ്ജലി മഹർഷിയെയാണ് യോഗം കണക്കാക്കുന്നത്. എന്നാൽ പതഞ്ജലി മഹർഷി യോഗശാസ്ത്രം രചിക്കുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിൽ യോഗദർശനം ഉണ്ടായിരുന്നു എന്നതിന് വേദങ്ങളും പുരാണങ്ങളും ധാരാളം തെളിവുകൾ നൽകുന്നു. ഭാരതത്തിലെ ശാന്തിപർവത്തിൽ യോഗത്തെ നന്നായി പരാമർശിക്കുന്നുണ്ട്. പ്രകൃതി സൃഷ്ടാവാണ് ഹിരണ്യഗർഭൻ. ഈ ഹിരണ്യഗർഭനിൽ നിന്നും വസിഷ്ഠൻ യോഗവിദ്യ സ്വീകരിച്ചു എന്ന് മഹാഭാരതം പറയുന്നു. വസിഷ്ഠപ്രോക്തങ്ങളായ യോഗവാസിഷ്ഠം ഹിരണ്യഗർഭയോഗത്തിന് സമാനമാണ് എന്ന് വേണം അനുമാനിക്കാൻ. മഹാഭാരതത്തിൽ തന്നെ ആനുശാസികം, അശ്വമേധം എന്നീ പർവങ്ങളിലും ഭാരതത്തിലെ പല പുരാണങ്ങളിലും യോഗത്തിന്റെ പ്രസ്താവനകൾ കാണുവാൻ സാധിക്കും.
വിശ്വോത്തര പ്രസിദ്ധമായ ഭഗവത്ഗീത മഹാഭാരതത്തിലെ ഭീഷ്മ പർവത്തിലാണ്. ഇതിൽ സാഖ്യയോഗം, കർമ്മയോഗം തുടങ്ങി 18 യോഗങ്ങളെ പറയുന്നുണ്ട്. ഈ യോഗങ്ങളെല്ലാം സൃഷ്ടിയുടെ ആദ്യം മുതൽ നിലനിന്നിരുന്നു എന്ന് ജ്ഞാന കർമ്മ സന്യാസ യോഗത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. യോഗയാജ്ഞവൽക്യം തുടങ്ങി യോഗസംബന്ധമായ അനവധി ഉപനിഷത്തുകൾ പ്രചാരത്തിലുണ്ട്. എങ്കിലും യോഗം എന്നാൽ പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾക്കാണ് ഏറെ പ്രസിദ്ധി. മഹാഭാരതത്തിൽ പതഞ്ജലി മഹർഷിയെ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതിനാൽ ആ കാലഘട്ടത്തിന് ശേഷമാണ് പതഞ്ജലി മഹർഷിയുടെ കാലം എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. യോഗയാജ്ഞവൽക്യം തുടങ്ങി യോഗസംബന്ധമായിട്ടുള്ള അനവധി ഉപനിഷത്തുകൾ പ്രചാരത്തിലുണ്ട്. എങ്കിലും സമീപകാലങ്ങളിൽ പതഞ്ജലി യോഗത്തിനാണ് പ്രചാരം കൂടുതൽ ലഭിച്ചിട്ടുള്ളത്. ലിംഗപുരാണം, മാർക്കണ്ഡേയപുരാണം, വായുപുരാണം തുടങ്ങി അനവധി ഗ്രന്ഥങ്ങളിൽ യോഗവിദ്യയെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ സമാധി, സാധന, വിഭൂതി, കൈവല്യം എന്നിങ്ങനെ യോഗത്തിന് 4 പാദങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു. സമാധി എന്നാൽ മനോനിലയ്ക്കും അപ്പുറത്തുള്ള ബുദ്ധിയെ പരമാത്മാവിങ്കൽ ഉറപ്പിക്കുന്നതാണ്. ഈ സമാധി പരിശീലിക്കലാണ് സാധന. സാധനയിലൂടെ കരഗതമാകുന്നത് വിഭൂതി, അതായത് സാധനാനുഭൂതി എന്ന് പറയും. ഇത് മൂന്നിൻ്റെയും ഫലം കൈവല്യം. ഈ കൈവല്യം തന്നെ മുക്തി എന്നുള്ളതിൽ സംശയമില്ല. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ അഷ്ടാംഗങ്ങളാണ് യോഗസാധനയ്ക്കുള്ള മാർഗങ്ങൾ. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം എന്നീ 6 കൂട്ടങ്ങൾ യോഗത്തിന് തടസ്സങ്ങളാണ്. ഇതിനെ ബുദ്ധി കൊണ്ടും അഹങ്കാരം കൊണ്ടും ജയിച്ചാൽ മാത്രമേ യോഗം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതിൽ സംശയമില്ല. ഇതിനെ സംയമം എന്നാണ് വിളിക്കുന്നത്. വിഷയാസക്തിയുള്ള വ്യക്തികളിൽ ദുർലഭവും സംയമികളിൽ സുലഭവുമാണ് യോഗവിദ്യ. ഭാരതത്തിലെ എല്ലാ ശാസ്ത്രങ്ങളുമായും ആത്മീയ വിഷയങ്ങളുമായും യോഗവിദ്യയ്ക്ക് കലർപ്പില്ലാത്ത ബന്ധമുണ്ട്. യോഗവിദ്യ സ്പർശിക്കാത്ത ഒരു ശാസ്ത്രവും ഭാരതത്തിലില്ല എന്ന് യോഗവിദ്യകളുടെ തത്വശാസ്ത്രത്തെ സമഗ്രമായി പഠിച്ചവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തന്ത്രവും വേദവും മറ്റു ശാസ്ത്രങ്ങളും അവസാനം ചെന്നെത്തുന്നത് യോഗവിദ്യയിലാണ്. ന യോഗോ നഭസ പൃഷ്ഠേ ന ഭൂമൗ ന രസാതലേ എന്ന പ്രമാണം ശക്തിസംഗമതന്ത്രം എന്ന ഗ്രന്ഥത്തിൽ കാണുന്നു. യോഗം എന്നത് ആകാശത്തിലോ താഴെയോ ഭൂമിയിലോ രസാതലത്തിലോ അല്ല, മറിച്ച് ബോധമണ്ഡലത്തിലാണ് യോഗാവസ്ഥ നടക്കുന്നത് എന്നതാണ് പരമാർത്ഥം. തന്ത്രശാസ്ത്രത്തെ സമഗ്രമായി പഠിക്കുകയും അനുഭൂതികൾ കൈവരിക്കുകയും ചെയ്താൽ അത് യോഗശാസ്ത്രമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ദ്വൈതവാദികൾക്ക് ഇന്നും തന്ത്രവും വേദവും രണ്ടാണ്. അദ്വൈത സിദ്ധാന്തികൾക്ക് ഇതിനെ രണ്ടായി പിരിക്കാനാവില്ല. പരമാത്മജ്ഞാനലബ്ധിയാണ് തന്ത്രത്തിന്റെ അടിസ്ഥാനം. ഇതിന് 6 പദ്ധതികൾ തന്ത്രം ആവിഷ്കരിക്കുന്നു. ശൈവം, വൈഷ്ണവം, ശാക്തേയം, സൗരം, ഗാണപത്യം, കൗമാരം എന്നിവയാണത്. ഇതിൽ ശാക്തേയ സമ്പ്രദായം ശിവശക്തികളുടെ ഐക്യത്തെ പ്രസ്താവിക്കുന്നു. ഈ ബോധതലമാണ് മോക്ഷം. ശിവശക്തികൾ സാമരസ്യാവസ്ഥയിലാണ് എപ്പോഴും. എന്നാൽ പ്രപഞ്ചകാര്യകർത്തൃത്വത്തിനായി വേർപിരിഞ്ഞതിന് ശേഷം വീണ്ടും ഐക്യം പ്രാപിക്കുന്നു. ശാക്തേയ വിഭാഗത്തിൽ ഏറ്റവും പ്രചാരം സിദ്ധിച്ചത് ദശമഹാവിദ്യകളുടെ തന്ത്രങ്ങളാണ്. ഇതിൽ ഷോഡശി തന്ത്രത്തിലാണ് ത്രിപുരോപാസന പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. കാളിയെയും ഷോഡശിയെയും ശ്രീവിദ്യ എന്ന് സംബോധന ചെയ്യുന്നു.
കാളി പ്രധാന ദേവതയായി വരുന്നവർക്കായി കാളീകുലമെന്നും ഷോഡശി പ്രധാനമായി വരുന്നവർക്ക് ശ്രീകുലമെന്നും 2 മാർഗങ്ങൾ ത്രിപുരോപാസനയിൽ മാർഗദർശികൾ ഏർപ്പാടാക്കി. ഇതിൽ അനുഷ്ഠാന പദ്ധതിയായി കൗളം എന്നും സമയം എന്നും 2 പിരിവുകൾ ഉണ്ടായി. കൗളം വീണ്ടും പൂർവകൗളം ഉത്തരകൗളം എന്ന് 2ആയി പിരിഞ്ഞു. എല്ലാ ശാസ്ത്രങ്ങളെക്കാളും മഹത്താണ് വേദം. അതിൻ്റെ ധർമ്മമായിരിക്കുന്ന വൈദിക ധർമ്മവും മഹത്തരം തന്നെ. വൈദിക ആചാരങ്ങളെക്കാൾ ശ്രേഷ്ഠം ശൈവവും, ശൈവങ്ങളെക്കാൾ ശ്രേഷ്ഠം സിദ്ധാന്തങ്ങളും, സിദ്ധാന്തങ്ങളെക്കാൾ ശ്രേഷ്ഠം കൗളവുമാണെന്ന് കുളാർണവതന്ത്രം പറയുന്നു. കൗളജ്ഞാനത്തേക്കാൾ ശ്രേഷ്ഠമായി വേറൊന്നില്ല. ഭോഗയോഗാത്മകം കൗളം. ഭോഗവും യോഗവും കൂടിയതാണ് കൗളം. കൗളദർശനം വേദബാഹ്യമല്ല. സമയമാർഗം ഏറെ വേദാന്തതലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇത് തികച്ചും ആന്തരികോപാസന തന്നെയാണ്. അതായത് അന്തർയാഗം എന്ന് തന്ത്രശാസ്ത്രം പറയുന്നു. ശുഭാഗമ പഞ്ചകങ്ങളാണ് സമയമാർഗത്തിന് അടിസ്ഥാനം. ശാക്തേയ ഉപാസനയിലെ യോഗമാർഗമാണ് സമയമാർഗം. ശിവശക്തി ഐക്യമാണ് യോഗം. ശിവൻ പരമാത്മാവും ശക്തി ജീവാത്മാവുമാവുന്നു. സമഷ്ടിയിൽ പ്രകൃതി ശക്തി മഹാത്രിപുരസുന്ദരിയും സമഷ്ടി പുരുഷൻ ഹിരണ്യഗർഭനുമാണ്. ഈ പ്രകൃതി പുരുഷ സംയോഗ സൃഷ്ടിയാണ് ജഗത് അഥവാ ലോകം. അതേപോലെ പ്രകൃതിശക്തി പിണ്ഡാണ്ഡത്തിലെ മൂലാധാരത്തിൽ സ്വയംഭൂലിംഗത്തിൽ വേഷ്ടിതമായിരിക്കുന്ന കുണ്ടലിനി ശക്തിയും ശിവൻ സഹസ്രാരത്തിലിരിക്കുന്ന പരമാത്മശക്തിയുമാണ്. മൂലാധാരസ്ഥനായ ശക്തിയെ ഉണർത്തി സഹസ്രാരപത്മത്തിലേക്ക് എത്തിച്ച് ശിവനോട് യോജിപ്പിക്കുന്ന മാർഗമത്രേ സമയം. ഗന്ധർവതന്ത്രത്തിലെ യോഗമാർഗത്തെ ആണ് പറയുന്നത്. കഥയാമി തവ സ്നേഹാൽ യോഗയോഗ്യസ്യ പാർവതി സംസാരോത്തരണം മുക്തിർ യോഗശബ്ദേന കഥ്യത്തെ. പ്രാപഞ്ചികതയിൽ നിന്നും ഉയർത്തി മുക്തി പ്രദാനം ചെയ്യുന്നതുകൊണ്ട് ആ അവസ്ഥയെ യോഗമെന്ന് വിളിക്കുന്നു. യോഗോ ഹി ലളിതാദേവി നിശ്ചിതം വിദ്ധി പാർവതി. അല്ലയോ പാർവതി, നിശ്ചയമായും അറിയപ്പെടുന്നത് ലളിതാദേവി തന്നെയാണ്. പ്രസിദ്ധങ്ങളായ ലളിതാ സഹസ്രനാമത്തിലെ അവസാന നാമവും ശിവശക്തി ഐക്യ രൂപിണി ലളിതാംബിക എന്നുള്ളതാണ്. ശിവശക്തികളുടെ യോഗഭാവമായ ലളിതാദേവി യോഗരൂപിണി തന്നെയാണ് എന്ന് ശക്തിസംഗമ തന്ത്രം ഉറപ്പിച്ച് പറയുന്നു. ജഗത് തന്നെ ലളിതാദേവിയാണ്. സുഭഗോദയം, ആശ്ചര്യ ചൂടാമണി, യോഗ ചൂടാമണി മുതലായ അനവധി ഗ്രന്ഥങ്ങളിൽ ശ്രീവിദ്യ യോഗവിദ്യയാണ് എന്ന് പറയുന്നു. പരബ്രഹ്മത്തെ ശുദ്ധവിദ്യയിൽ അധിഷ്ഠിതമായി ഉപാസിച്ച പാരമ്പര്യക്കാരാണ് ശ്രീവിദ്യോപാസനയെ യോഗവിദ്യയായി കണക്കാക്കുന്നത്. ഭാരതത്തിലെ യോഗവിദ്യകളിൽ പ്രഥമ ശ്രേണിയിലാണ് ശ്രീവിദ്യ എന്നതിൽ ഒരു സംശയവും ഇല്ല. ഭാരതത്തിലെമ്പാടും പ്രചാരം നേടിയ ത്രിപുരോപാസന തന്നെയാണ് കേരളത്തിലെ ശ്രീവിദ്യോപാസന. ദക്ഷിണ ഭാരതത്തെ മുഴുവൻ കേരളദേശം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ബ്രഹ്മജ്ഞാനം അനുഷ്ഠിക്കുന്ന ദേശം എന്ന അർത്ഥത്തിലാണ് കേരളം എന്ന പദത്തെ വ്യാഖ്യാനിക്കേണ്ടത്. തന്ത്രശാസ്ത്രം ശൈവം, വൈഷ്ണവം, ശാക്തേയം, സൗരം, ഗാണപത്യം, കൗമാരം എന്നിങ്ങനെ 6ആയി പിരിഞ്ഞതിൽ ശാക്തേയ തന്ത്രത്തിലെ അടിസ്ഥാനത്തിലാണ് ശ്രീവിദ്യോപാസന ക്രമപ്പെട്ടിരിക്കുന്നത് എന്ന് മുൻപ് പ്രസ്താവിച്ചു. കൗള സമയയുക്തമായ മിശ്രാചാര പദ്ധതിയാണ് ഇന്ന് പ്രസിദ്ധമായിട്ടുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൗഭാഗ്യമഞ്ജരി എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു കേരളത്തിലെ ശ്രീവിദ്യോപാസന ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ക്രമേണ ലോപിച്ച് വന്നപ്പോൾ പരശുരാമകൽപ്പസൂത്രം പ്രമാണഗ്രന്ഥമായി ആണ് സാധനാ പദ്ധതികൾ രൂപം കണ്ടത്. വേദാന്ത തലത്തിലുള്ളതും അദ്വൈത ദർശനത്തിലൂന്നിയതുമായ മിശ്രാചാര പദ്ധതിയിലാണ് ഇന്ന് ശ്രീവിദ്യോപാസന നടത്തിവരുന്നത്.
കൗള ദർശനത്തിലൂന്നിയതും കൗള ആചാരയുക്തവുമായ ഉപാസനാ പാരമ്പര്യവും വിരളമല്ല. ത്രിപുരാഗമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതും വേദാന്ത ദർശനത്തിലൂന്നിയതുമായ ജ്ഞാനസമൃദ്ധമായ ഒരു ഗ്രന്ഥമാണ് ഗൗഡപാദ വിരചിതമായ ശ്രീവിദ്യാരത്നസൂത്രം. ഈ ഗ്രന്ഥത്തിന്റെ ചുവട് പിടിച്ച് ഗൗഡപാദ സമ്പ്രദായമായ ശ്രീവിദ്യോപാസന ഒരു കാലത്ത് സമൃദ്ധമായി കൈരളിയുടെ മണ്ണിൽ ഉണ്ടായിരുന്നു. കാലങ്ങൾ കൊണ്ട് അതിന് പരിണാമം സംഭവിച്ച് ക്രിയാഭാഗങ്ങൾ മാത്രമായി അവശേഷിച്ചു. ശങ്കരാചാര്യ ഭഗവത് പാദരും ഭാസുരാനന്ദനാഥനും ചിട്ടപ്പെടുത്തിയ സമ്പ്രദായങ്ങളാണ് ഇന്ന് കൈരളിയുടെ മണ്ണിൽ നമുക്ക് ദർശിക്കാനാവുന്നത്. കേരളത്തിൽ വൈവിധ്യമാർന്ന ശാക്തേയ ഉപാസനകളാണ് നിലനിന്നിരുന്നത്. എല്ലാ വിഭാഗക്കാരുടെ ഇടയിലും ശ്രീചക്ര പൂജയും ശ്രീവിദ്യോപാസനയും ഉണ്ടായിരുന്നു. ജാതി മത ചിന്തകൾക്ക് അതീതമാണ് ശ്രീവിദ്യോപാസന. പ്രാദേശികമായ വ്യത്യാസം എല്ലാ ദിക്കിലും കണ്ടുവരുന്നുണ്ട്. പൂനാശി അല്ലെങ്കിൽ ഭുവനേശ്വരി, കരിനീലി അല്ലെങ്കിൽ ശ്യാമ, ഈ ശ്യാമയെ തന്നെ മാതങ്കി എന്ന് പറയുന്നു. തെണ്ടൻകാളി, ദണ്ഡിനി അഥവാ വാരാഹി, പരാ പരമകല, ശീവോതി ശ്രീഭഗവതി, കുഞ്ഞിക്കാളി അതായത് ബാലാപരമേശ്വരി അല്ലെങ്കിൽ കന്യാവ്, ആനവൻ, ഗണപതി എന്നീ പ്രാദേശിക ദേവതകളെല്ലാം തന്നെ ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ട ദേവതകളാണ്. അതായത് ശ്രീവിദ്യോപാസനയിലെ ക്രമസമ്പ്രദായത്തിലെ ദേവതകളാണ് ഇത് എന്ന് ചുരുക്കം. ഈ ക്രമസമ്പ്രദായം കാശ്മീര ശൈവവുമായി ബന്ധപ്പെട്ട ക്രമസമ്പ്രദായമല്ല, ഗൗഡപാദ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ക്രമസമ്പ്രദായമാണ് എന്നർത്ഥം. കേരളത്തിലെ എല്ലാ രാജകൊട്ടാരങ്ങളിലും ശാക്തേയ കാവുകളിലും മിക്ക ബ്രാഹ്മണാലയങ്ങളിലും വൈശ്യഗൃഹങ്ങളിലും ശ്രീവിദ്യോപാസന നിർബന്ധമായിരുന്നു. ബ്രാഹ്മണാലയങ്ങളിൽ, തേവാരങ്ങളിലും, രാജകൊട്ടാരങ്ങളിൽ കൊട്ടാരക്കെട്ടിലും, അതായത് തേവാരക്കെട്ട് എന്ന് പറയുന്ന സ്ഥലത്ത്, വൈശ്യഗൃഹങ്ങളിൽ ക്ഷേത്രങ്ങളായും ശൂദ്രവിഭാഗത്തിൽ പ്രകൃത്യാരാധനയായും ആണ് ഈ ശ്രീവിദ്യോപാസന നിലനിന്നത്. കേരളത്തിലെ ക്ഷത്രിയ വിഭാഗക്കാരിൽ സഹസ്രാക്ഷരീ വിദ്യ ഉപയോഗിച്ചും ബ്രാഹ്മണ വിഭാഗക്കാർ ഖഡ്ഗമാല ഉപയോഗിച്ചും, വൈശ്യന്മാർ ബാഹ്യകർമ്മങ്ങൾ കൊണ്ടും, ശൂദ്രന്മാർ പട്ടമുഖേനയും ആയിട്ടാണ് ആരാധന ക്രമീകരിച്ച് വന്നത്. കേരളത്തിൽ 4 രീതിയിലുള്ള ശ്രീവിദ്യോപാസന സമീപകാലത്ത് നമുക്ക് ദർശിക്കാനാവും. 1. സമയമതക്രമമായ അന്തർയാഗം മാത്രം. ഇത് രുദ്രയാമളത്തിൽ പറഞ്ഞിരിക്കുന്ന ശക്തിമാനസ പൂജയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. 2. കൗള സമയ മിശ്രമായ ക്രമാരാധന. ഇത് മിശ്രതന്ത്രത്തിൽ അധിഷ്ഠിതമാണ്. ഭാരതത്തിലെ പൗരോഹിത്യ വിഭാഗക്കാരാണ് ഈ സമ്പ്രദായം ചിട്ടപ്പെടുത്തിയിട്ടുള്ളതും തുടരുന്നതും. പരശുരാമ കൽപ്പസൂത്രമാണ് അടിസ്ഥാന ഗ്രന്ഥം. 3. ക്രമസമ്പ്രദായം. കാശ്മീര ശൈവ തന്ത്ര സമ്പ്രദായത്തിലെ ക്രമകാളീയ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമാണ് ഇത്. കേരളത്തിലെ കാളിക്കാവുകളിൽ കാണാവുന്ന പാരമ്പര്യം ക്രമസമ്പ്രദായമാണ്. മാടായക്കാവ്, കൊടുങ്ങല്ലൂർ, മാമാനിക്കുന്ന, പനയന്നാർകാവ്, മുത്തൂറ്റുകാവ് മുതലായ 13 ശാക്തേയ കാവുകളിലും ഈ സമ്പ്രദായമാണ് നിലനിന്ന് പോകുന്നത്. 4. പ്രത്യക്ഷ പഞ്ചമകാരാനുഷ്ഠാനം. വാമാചാരത്തിൽ അധിഷ്ഠിതമാണ് ഈ അനുഷ്ഠാനം. മൃഗബലി, നരബലി, ഗജബലി, പക്ഷിബലി മുതലായവയാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ള സമ്പ്രദായം. ഇന്ദ്രിയ നിഗ്രഹങ്ങൾ കഴിയാത്തവർക്കായിട്ടാണ് ഈ സമ്പ്രദായം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇവരെ പശു ആചാരികൾ എന്ന് പറയും. ശുഭാഗമ പഞ്ചകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് സമയാചാരം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ശുകൻ, സനകൻ, വസിഷ്ഠൻ, സനന്ദൻ, സനൽകുമാരൻ എന്നിവരാണ് ഈ ശുഭാഗമ പഞ്ചകങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്.
അധിഷ്ഠാന സാമ്യം, അവസ്ഥാസാമ്യം, അനുഷ്ഠാന സാമ്യം, രൂപസാമ്യം, നാദസാമ്യം എന്നിങ്ങനെ പഞ്ചവിധ സാമ്യമാണ് സമയമതക്രമം. ഈ സമയമതക്രമത്തിൽ സാധകൻ ഷഡ്വിധ ഐക്യ അനുസന്ധാനമായോ ചതുർവിധ ഐക്യാനുസന്ധാനമായോ ആണ് ദേവതാപ്രാപ്തി കൈവരിക്കുന്നത്. പ്രാണായാമം, ധ്യാനം, സമാധി മുതലായ പ്രക്രിയകളിലൂടെയാണ് സമയാചാരികൾ കൈവല്യപ്രാപ്തിയിലെത്തുന്നത്. ശിവശക്തികളെ പ്രകൃതി പുരുഷന്മാരായി കണ്ട് ദഹരാകാശത്തിലാണ് ഇവർ അധിഷ്ഠാനം ചെയ്യുന്നത്. ജീവൻ, പ്രാണൻ, പ്രപഞ്ചം, ശക്തി എന്നീ അന്ധകരണങ്ങളിലൂടെയാണ് ഇത് സാധ്യമാക്കി എടുക്കുന്നത്. കേരളത്തിൽ 2 നൂറ്റാണ്ടിനപ്പുറം ഉണ്ടായിരുന്ന ശ്രീവിദ്യോപാസകരിൽ ഭൂരിഭാഗം പേരും സമയാചാരികളായിരുന്നു എന്നുള്ളതിൽ സംശയമില്ല. ത്രിപുരസുന്ദരിയുടെ ഉപാസന നിന്നിരുന്നതുകൊണ്ട് കേരളത്തെ സുന്ദരീപീഠം എന്നാണ് പറയുന്നത്. സുന്ദരീപീഠമായ കേരളത്തിൽ ശ്രീവിദ്യോപാസന എന്ന പേരിൽ ത്രിപുരോപാസന എക്കാലവും പ്രസിദ്ധങ്ങൾ തന്നെയാണ്. ഹയഗ്രീവ ശിഷ്യനായ അഗസ്ത്യനാണ് ദക്ഷിണ ഭാരതത്തിൽ ത്രിപുരോപാസന പ്രചരിപ്പിച്ചത് എന്ന് ഒരു പക്ഷമുണ്ട്. ശങ്കരാചാര്യ ഭഗവത് പാദരും ഭാസ്കരായ മഖിയും ശിവാങ്കളുമൊക്കെ തന്നെ കേരളത്തിൽ ശ്രീവിദ്യ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോരോ സമ്പ്രദായങ്ങളനുസരിച്ച് ആണ് ഇവർ ശ്രീവിദ്യോപാസനയെ പ്രചരിപ്പിച്ചത്. കേരളത്തിൽ ബ്രാഹ്മണാദി 4 വർണ്ണങ്ങളിലുമുള്ളവർ ശ്രീവിദ്യോപാസന ചെയ്തിരുന്നു. ഇവിടെ പരക്കെ ഉപാസിക്കപ്പെടുന്ന ഭദ്രകാളിയുടെ മൂലമന്ത്രം ബാലാബീജം ചേർത്താണ് കാണപ്പെടുന്നത്. ശ്രീവിദ്യയുടെ ചുരുക്കെഴുത്താണ് ബാല. കല, സാഹിത്യം, വൈദ്യം, ശില്പം, ജ്യോതിഷം, തന്ത്രം എന്നിവ കൈകാര്യം ചെയ്തിരുന്നവരെല്ലാം തന്നെ ശ്രീവിദ്യോപാസകരായിരുന്നു. കൊടുങ്ങല്ലൂർ, വള്ളുവനാട്, സാമൂതിരി, ഓണാട്, ചിറയ്ക്കൽ, തിരുവിതാംകൂർ മുതലായ അനവധി രാജകുടുംബങ്ങളിലും ഭൂരിഭാഗം ബ്രാഹ്മണാലയങ്ങളിലും അമ്പലവാസികളിലും ഒക്കെ തന്നെ ഈ സാധനാ സമ്പ്രദായം നിലനിന്നിരുന്നു. സമീപകാലങ്ങളിൽ ജീവിച്ചിരുന്ന കാക്കശ്ശേരി ഭട്ടതിരി, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, കുമാരൻ ആശാൻ, ചേന്നാസ് മുതലായ 12 തന്ത്രിവര്യന്മാർ, ശ്രീനാരായണ ഗുരുദേവൻ, തൈക്കാട്ട് അയ്യാസ്വാമികൾ, ചട്ടമ്പിസ്വാമികൾ, കണ്ടിയൂർ മഹാദേവ ശാസ്ത്രികൾ, കേരളവർമ്മ, മടമംഗലം നമ്പൂതിരി, സൂര്യകാലടി ഭട്ടതിരിമാർ, മാധവജി തുടങ്ങിയ അനവധി മഹാരഥന്മാരും ശ്രീവിദ്യോപാസകരായിരുന്നു എന്ന് എടുത്തു പറയേണ്ടതാണ്. പൗരാണിക കാലഘട്ടം മുതൽ തന്നെ കൈരളിയുടെ രക്തത്തിൽ ശ്രീവിദ്യോപാസന അലിഞ്ഞു ചേർന്നിരുന്നു എന്നുള്ളതിന് ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്?